ഇന്ന് പറയാൻ പോകുന്നത് വൗച്ചർ എൻട്രിക്ക് ഒരു ആമുഖം എന്ന ഒരു ടോപ്പിക്കാണ്. എന്താണ് വൗച്ചർ എൻട്രി, വൗച്ചർ എൻട്രിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് ടാലിയിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തുള്ള വീഡിയോയിൽ ഞാൻ ടാലി പ്രൈം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക, അതേപോലെ തന്നെ ടാലി പ്രൈമിൽ എങ്ങനെയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനി എങ്ങനെയാണ് ഓൾട്ടർ ചെയ്യുക, അതേപോലെ തന്നെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുമ്പത്തെ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാറ്റിനെ കുറിച്ചിട്ടും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് ഈ വീഡിയോ കാണുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് വൗച്ചർ എൻട്രി. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് വൗച്ചർ എൻട്രിയെ കുറിച്ചിട്ടാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് വൗച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ ഇവിടെ കാണും. ഇപ്പോൾ ഇവിടെ മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ്, ഓൾട്ടർ, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ ഈ 3 കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതാണ് ഇവിടെ ട്രാൻസാക്ഷൻസിൻ്റെ അടിയിൽ ഇവിടെ വൗച്ചേഴ്സ് പറഞ്ഞിട്ട് കാണും. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ട്രാൻസാക്ഷൻസ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൗച്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും നമ്മൾ ഓരോ വൗച്ചറുകളാണ് ചെയ്യുക. അപ്പോൾ ടാലിയിലെ ഇൻബിൾട്ട് ആയിട്ട് തന്നെ ഒരുപാട് വൗച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടാലിയിലെ ഇൻബിൾട്ട് ആയിട്ടുള്ള വൗച്ചറുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഓൾറെഡി ടാലിയിലെ ഇൻബിൽട്ട് ആയിട്ടുള്ള വൗച്ചേഴ്സുകൾ ഇതൊക്കെയാണ്. കോൺട്ര ഉണ്ട്, പേയ്മെൻറ്റ് ഉണ്ട്, റെസിപ്റ്റ് ഉണ്ട്, ജേണൽ ഉണ്ട്, പർച്ചേസ്, സെയിൽസ്, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്. അപ്പോൾ ഈ വൗച്ചറുകളെല്ലാം ടാലിയിൽ ഓൾറെഡി ഉണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് വൗച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വൗച്ചറുകളെ കുറിച്ചിട്ടൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ടാലി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വൗച്ചർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണും. അപ്പോൾ നമ്മളിവിടെ വൗച്ചറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റൈറ്റിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എല്ലാ വൗച്ചറുകളും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ F2 എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡേറ്റ്. നമുക്കൊരു എൻട്രി ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ F2 ആണ് അടിക്കേണ്ടത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ F3 കമ്പനിയാണ്. അപ്പോൾ ഈ F3 എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഡീറ്റെയിൽസ് ഒക്കെ വരും. അപ്പോൾ ഇതിലാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റിലെ ക്രിയേറ്റ് കമ്പനിയുണ്ട്, അതേപോലെ തന്നെ സെലക്ട് കമ്പനിയുണ്ട്, ഷട്ട് കമ്പനിയുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ക്രിയേറ്റ്, ഷട്ട്, ഓൾട്ടർ, ഡെലീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ നമുക്ക് അടുത്ത ഫംഗ്ഷൻ കീ ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, F4 കോൺട്ര. അപ്പോൾ ഓരോന്നിനും ഓരോ കീ ആണ് യൂസ് ചെയ്യുക. കീബോർഡിലെ F1 മുതൽക്ക് F12 വരെയുള്ള കീസുകളാണ് ഓരോ കീ ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ F4 എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് കീബോർഡിൽ F4 അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കോൺട്ര എന്ന് പറഞ്ഞിട്ട് കാണും. ഇപ്പം നമുക്ക് ഇവിടെ വെച്ചിട്ട് നമ്മുടെ F4 അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കോൺട്ര ആയിട്ട് കാണും. കോൺട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിങ് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺട്ര എന്നുള്ള വൗച്ചർ യൂസ് ചെയ്യണത്. അതായത് ബാങ്ക് ടു ക്യാഷ്, ക്യാഷ് ടു ബാങ്ക്, ഇനി ഒരു കേസിൽ ക്യാഷ് ടു ക്യാഷും വരും. അത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെറ്റി ക്യാഷൊക്കെ ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ എന്താണ് പെറ്റി ക്യാഷ്? ഇപ്പോൾ ചെറിയ എക്സ്പെൻസുകളൊക്കെ ബിസിനസ്സിൽ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൈസ നമ്മൾ ആദ്യം തന്നെ മാറ്റി വെക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന അക്കൗണ്ടിങ്ങിനെ പറയുന്നതാണ് പെറ്റി ക്യാഷായിട്ട് മാറ്റി വെക്കും. എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ ചെറിയ ചിലവുകളൊക്കെ കണക്കാക്കുക. അപ്പോൾ അവിടെ നമ്മൾ ട്രാൻസാക്ഷൻ വരിക ക്യാഷ് ടു ക്യാഷ് ആയിട്ടാണ് വരിക. അപ്പോൾ കോൺട്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാനും ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വൗച്ചറാണ് കോൺട്ര എന്ന് പറയുന്നത്. അടുത്തത് ഏതാണെന്ന് നോക്കാം. അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ F5 ആണ്. F5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേയ്മെൻ്റ് ആണ്. നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ക്യാഷോ ചെക്കോ കൊടുക്കുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് എന്നുള്ള വൗച്ചറിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ F5 അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് വരിക. ക്യാഷ് കൊടുത്താലും നമ്മൾ പേയ്മെൻറ്റ് വൗച്ചറിലാണ് ചെയ്യേണ്ടത്, ചെക്ക് കൊടുത്താലും നമ്മൾ പേയ്മെൻറ്റ് വൗച്ചറിലാണ് ചെയ്യേണ്ടത്. അടുത്ത വൗച്ചർ ടൈപ്പ് എന്ന് പറയുന്നത് റെസിപ്റ്റ് ആണ്.
റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് ക്യാഷോ ചെക്കോ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റെസിപ്റ്റ് വൗച്ചറിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ റെസിപ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ റെസിപ്റ്റ് ആയിട്ട് വന്ന് കിടക്കും. ക്യാഷ് കിട്ടിയാലും റെസിപ്റ്റ് തന്നെയാണ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ചെക്ക് കിട്ടിയാലും റെസിപ്റ്റിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റിൽ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തെ എൻട്രി നമ്മൾ എന്താണ് ചെയ്യുക? ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എൻട്രിയാണ് ഫസ്റ്റിൽ ചെയ്യുക. ഫസ്റ്റിലെ ബിസിനസ്സിലേക്ക് ക്യാഷ് വരണമല്ലോ, കാരണം ബിസിനസിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ് നമ്മുടെ എല്ലാ ട്രാൻസാക്ഷൻസും ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ ക്യാഷ് കിട്ടിയതായിട്ടാണ് കാണിക്കുക. അപ്പോൾ ആ എൻട്രി നമ്മൾ ഏതിലാണ് ചെയ്യുക? റെസിപ്റ്റിലാണ് ചെയ്യുക. അതായത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ഇപ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് കിട്ടിയാലും നമ്മൾ റെസിപ്റ്റിലാണ് ചെയ്യുക, ചെക്കായിട്ട് കിട്ടി കഴിഞ്ഞാലും നമ്മൾ റെസിപ്റ്റിലാണ് ചെയ്യുക. അടുത്തത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ എനിക്ക് മനസ്സിലാവും ജേണൽ. F7 അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജേണലാണ് നമുക്ക് കിട്ടുക. ജേണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷും ബാങ്കും അല്ലാത്തുള്ള ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജേണൽ എന്നുള്ള വൗച്ചർ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അതായത് ടാലിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജേണൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫർണിച്ചർ വാങ്ങിച്ചു, ക്രെഡിറ്റിനാണ് വാങ്ങിച്ചത്. അപ്പോൾ അവിടെ ക്യാഷും വന്നിട്ടില്ല, ബാങ്കും വന്നിട്ടില്ല. അപ്പോൾ ആ എൻട്രി നമുക്ക് ഏതിലാണ് ചെയ്യാൻ പറ്റുള്ളൂ? ജേണലിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത കീ ഏതാണെന്ന് നോക്കാം. അടുത്തതാണെന്നുണ്ടെങ്കിൽ സെയിൽസ് ആണ്. സെയിൽസിനുള്ള കീ ഏതാണ്? F8 ആണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് F8 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെയിൽസ് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. നമ്മൾ ക്യാഷ് സെയിൽ ആണെന്നുണ്ടെങ്കിലും സെയിൽസ് തന്നെയാണ് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് സെയിൽ ആണെന്നുണ്ടെങ്കിലും സെയിൽസ് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാഷ് സെയിൽ ആണെങ്കിൽ ഇവിടെ പാർട്ടീസ് അക്കൗണ്ട് നെയിമിലൂടെ ക്യാഷ് കൊടുത്താൽ മതി, പർട്ടിക്കുലേഴ്സിൽ സെയിൽസ് കൊടുത്തിട്ട് ചെയ്യാം. അപ്പോൾ രണ്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ സെയിൽസിലാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ചെക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഏത് തന്നെയാണ് ചെയ്യേണ്ടത്? സെയിൽസ് ഉള്ള വൗച്ചർ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത കീ പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണും F9 പർച്ചേസ്. നമുക്കിവിടെ F9 അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ പർച്ചേസ് പറഞ്ഞിട്ട് കാണിക്കും. പർച്ചേസ് ആണെങ്കിലും ഇതേപോലെ തന്നെയാണ്. ക്യാഷ് പർച്ചേസ് ആണെങ്കിലും പർച്ചേസ് ഉള്ള വൗച്ചർ തന്നെയാണ് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് പർച്ചേസ് ആണെന്നുണ്ടെങ്കിലും പർച്ചേസ് ഉള്ള വൗച്ചർ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ പർച്ചേസ് ചെയ്ത് അപ്പോൾ തന്നെ ചെക്ക് കൊടുത്തു കഴിഞ്ഞാലും ഏത് തന്നെയാണ് ചെയ്യേണ്ടത്? പർച്ചേസ് ഉള്ള വൗച്ചർ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഫസ്റ്റിലെ സപ്ലയറുടെ ഇൻവോയ്സ് നമ്പർ ചോദിക്കും, അതേപോലെ തന്നെ ഡേറ്റ്, നമ്മുടെ ഇൻവോയ്സിലുള്ള ഡേറ്റ് ആണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. അതേപോലെ പാർട്ടീസ് അക്കൗണ്ട് നെയിം, നമ്മൾ ക്രെഡിറ്റിനാണ് വാങ്ങിക്കണമെങ്കിൽ ഇവിടെ പാർട്ടിയുടെ പേരുണ്ടായിരിക്കും. ഇനി ക്യാഷിനാണ് വാങ്ങിക്കണമെങ്കിൽ ഇവിടെ ക്യാഷ് കൊടുക്കാം. പർട്ടിക്കുലേഴ്സിലാണ് നമ്മൾ പർച്ചേസ് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ എമൗണ്ടിൻ്റെ അവിടെയാണ് നമ്മൾ എമൗണ്ട് ഇവിടെ കൊടുക്കേണ്ടത്. അടുത്തത് ഏതാണെന്നുള്ളത് നോക്കാം. അടുത്തത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അതർ വൗച്ചേഴ്സ് പറഞ്ഞിട്ട് കാണിക്കും. ഇപ്പം നമ്മുടെ F1 മുതൽക്ക് F9 വരെയുള്ള കീസാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഈ അതർ വൗച്ചേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെയാണ് അതർ വൗച്ചേഴ്സ് ഇവിടെ കാണിക്കും. അതായത് നമുക്ക് ഇവിടെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കോൺട്ര ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ അതർ വൗച്ചേഴ്സിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. ക്രെഡിറ്റ് നോട്ടും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഡെബിറ്റ് നോട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ടും ആണ് അതർ വൗച്ചേഴ്സിൽ വരിക. ബാക്കിയെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണുള്ളത്. അതേപോലെ തന്നെ ഇൻവെൻട്രി വൗച്ചേഴ്സിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫിസിക്കൽ സ്റ്റോക്കും അതേപോലെ തന്നെ സ്റ്റോക്ക് ജേണലും എന്നുള്ള രണ്ട് വൗച്ചറുകളും കൂടി നമുക്ക് ഇവിടെ ആക്റ്റീവായിട്ട് കാണും. അപ്പോൾ ഇതൊക്കെയാണ് ടാലിയിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള വൗച്ചേഴ്സുകളാണ് ഇതെല്ലാതും. അപ്പോൾ നമുക്ക് ഈ ഇൻബിൽട്ട് ആയിട്ടുള്ള വൗച്ചേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വൗച്ചർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻബിൽട്ട് ആയിട്ടുള്ള എല്ലാ വൗച്ചറുകളും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്തതിൽ നമ്മൾക്ക് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. എങ്ങനെയാണ് കോൺട്ര ചെയ്യുക, അതേപോലെ തന്നെ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോന്നും ഓരോ വീഡിയോയിലായിട്ട് തന്നെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.